നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പി ടാഗ് പിന്നെ ഹെഡിങ് ടാഗ്സ് അതേപോലെ ലിസ്റ്റ് ടാഗ്സ് ഓർഡർഡ് ലിസ്റ്റ് അൺഓർഡർഡ് ലിസ്റ്റ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ HTML ഫോംസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. HTML ഫോംസ് പറയുമ്പോൾ നമ്മൾ കുറേ വെബ്സൈറ്റുകളിൽ ഈ ഫോംസൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതായത് യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെ കുറേ ഫോംസൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യില്ലേ. യൂസറിൻ്റെ ഇൻപുട്ട് എടുക്കുന്നത് അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോം ടാഗ് ഉണ്ട് HTML. അപ്പോൾ ഫോം അത് ക്ലോസിങ് ടാഗും ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ അതിനുള്ളിൽ നമ്മളൊരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ടാക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ആ ഇൻപുട്ട് ഫീൽഡിന് ഒരു നെയിം ഉണ്ടാവില്ല. ഇപ്പോൾ യൂസർ നെയിമാണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലേബൽ ടാഗ് കൊടുക്കുക. ലേബൽ ടാഗിൻ്റെ ഉള്ളിൽ ഇപ്പോൾ യൂസർ നെയിം ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ യൂസർ നെയിം, ഇത് ജസ്റ്റ് അതിൻ്റെ പേര്, അതായത് യൂസർക്ക് ഇതിൽ എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി ശരിക്കുള്ള ഇൻപുട്ട് ടാഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, ഇൻപുട്ട്. പിന്നെ അതിനൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഇതിൽ യൂസർ നെയിം പറയുമ്പോൾ ടെക്സ്റ്റാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇതിന് ക്ലോസിങ് ടാഗ് ഇല്ല, സെൽഫ് ക്ലോസിങ് ടാഗ് ആണ്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് സേവ് ചെയ്യാം. സെൽഫ് ക്ലോസിങ് ടാഗ്സ് പറഞ്ഞാൽ അതിന് ക്ലോസിങ് ടാഗ് ഉണ്ടാവില്ല. നമ്മൾ സാധാ ഈ ലേബലിനൊക്കെ ഉണ്ടല്ലേ, ഓപ്പണിംഗ് ടാഗ്, ക്ലോസിങ് ടാഗ് ഉണ്ട്. പക്ഷേ ഇതൊറ്റ ഇതായിരിക്കും, അതിന് ക്ലോസിങ് ടാഗ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഈ ലാസ്റ്റ് ഈ ആംഗിൾ ബ്രാക്കറ്റിന് മുന്നേ ഈ ടാഗിൽ തന്നെ ഈ ഫ്രണ്ട് സ്ലാഷ് ഇടാറുണ്ട്. അപ്പോൾ ഇത് സെൽഫ് ക്ലോസിങ് ആയി. ഇനി അത് സേവ് ചെയ്ത് നമ്മൾ ആ ഫോൾഡറിൽ പോയി ഇത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം യൂസർ നെയിം എന്നൊരു ലേബൽ വന്നിട്ടുണ്ട്, അതേപോലെ ഒരു ഇൻപുട്ട് ഫീൽഡും വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇൻപുട്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പാസ്വേഡ് ഇങ്ങനെ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെറ്റേഴ്സ് കാണാൻ പാടില്ല, സെക്യൂർ ആയിരിക്കണം. അതായത് പുറത്തുള്ളവർക്ക് ഇങ്ങനെ ഡോട്ടായിട്ടൊക്കെ കാണാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് പാസ്വേഡ്സിന് വേറെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഇൻപുട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ലേബൽ പാസ്വേഡ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റിന് പകരം പാസ്വേഡ് ആകുമ്പോൾ ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് കൊടുക്കുക. ഇനി സേവ് ചെയ്ത് ബ്രൗസറിൽ റീഫ്രഷ് ചെയ്യുമ്പോൾ പാസ്വേഡ് പറയുന്ന ഒരു ഇൻപുട്ട് ഫീൽഡ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഇങ്ങനെ ഡോട്ട്സ് ആയിട്ടാണ് കാണിക്കുക. പുറത്തേക്ക് കാണിക്കുന്നത് ഡോട്ട്സ് ആയിട്ടായിരിക്കും അത്. പിന്നെ അതേപോലെ ഇനിയൊരു സബ്മിറ്റ് ബട്ടൺ വേണം ഒരു ഫോമിന്, അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനൊരു സബ്മിറ്റ് ബട്ടൺ വേണം. അതിന് നമുക്ക് ഇൻപുട്ട് ടാഗിൽ തന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഇനി ആ സബ്മിറ്റ് ബട്ടൻ്റെ ഉള്ളിൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ഇതിൽ വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, വാല്യൂ പറഞ്ഞിട്ട്. അതിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ വാല്യൂ ഈക്വൽ ടു ബട്ടൻ്റെ ഉള്ളിൽ ഇപ്പോൾ സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഇനി അത് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോം സബ്മിറ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ഫോം സബ്മിറ്റായി നമ്മുടെ ബോക്സസ് ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫോം ടാഗിൻ്റെ ഉള്ളിലുള്ള ഈ സബ്മിറ്റ് ബട്ടൺ ഈ ഫോമിനെ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഒന്ന് സെലക്ട് ചെയ്യാനാണെന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. സെലക്ട് ഓപ്പണിങ് ക്ലോസിങ് ടാഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ പറഞ്ഞൊരു ടാഗ് ഉണ്ട്.
അതിന് വാല്യൂ നമുക്ക് കൊടുക്കാം. അതായത് വാല്യൂ ഈക്വൽ ടു, ഇപ്പം മെയിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഈക്വൽ ടു മെയിൽ എന്ന് കൊടുത്ത് അതിനുള്ളിൽ അത് ക്ലോസിങ് ടാഗ് ഉണ്ട് അതിന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ മെയിലിന് ഡിസ്പ്ലേ ചെയ്യണം, മെയിലിന്. എന്നിട്ട് അത് സേവ് കൊടുത്താൽ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ കാണാം. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഡിഫോൾട്ട് മെയിലാണ്, ഇപ്പോൾ മെയിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് ഒന്നും കൂടി ഒരു ഓപ്ഷൻ കൂടി വെച്ചുകൊടുക്കാം. നമ്മൾ വാല്യൂ ഫീമെയിൽ എന്നാക്കി. ഇവിടെ ഫീമെയിലിന് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രൗസറിൽ പോയി റീഫ്രഷ് ചെയ്താൽ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ മെയിൽ ഫീമെയിൽ രണ്ട് ഓപ്ഷൻ കിട്ടും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഈ വാല്യൂ ഇല്ലേ, ഇതാണ് സബ്മിറ്റ് ആവുക. അപ്പോൾ ബാക്ക് എൻഡിലൊക്കെ ഈ വാല്യൂ കിട്ടും. എക്സ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇത് വർക്ക് ആവുക. അങ്ങനെയാണ് ഈ ഫോംസൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ബേസിക്കലി ഒരു HTML ഫോം. പിന്നെ ഈ നമ്മുടെ ഫോംസിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതിലൊരു വാല്യൂസും ഇല്ലാതെ സബ്മിറ്റ് ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ ഇതിൽ വാല്യൂസ് റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഇൻപുട്ട് ടാഗില്ലേ, ഇതിലൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, റിക്വയർഡ് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ് വിചാരിക്കുക. ഇതിലും ഇപ്പോൾ പാസ്വേഡിലും റിക്വയർഡ് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ റീഫ്രഷ് ചെയ്തിട്ട് പിന്നെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫീൽഡ് എന്ന് കാണാം. അതായത് ഇത് ബ്ലാങ്ക് ആയി കൊടുത്താൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ എന്തെങ്കിലും വാല്യൂ ഇൻസേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും വാല്യൂ ഇൻസേർട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഇൻപുട്ട് ടാഗിന് നമ്മൾ ഇവിടെ ഈ ടൈപ്പ് പറഞ്ഞ ആട്രിബ്യൂട്ടിന് നമ്മളിപ്പോൾ വാല്യൂ ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി നമ്മളിവിടെ പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറേ വേറെ വാല്യൂസും ഉണ്ട്. അതിനിപ്പോൾ ഡേറ്റ് എന്ന് കൊടുത്ത്, അതായത് ഡേറ്റ് ഇൻപുട്ട് ചെയ്യാൻ, പിന്നെ നമ്പർ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, നമ്പർ ഇൻപുട്ട് ചെയ്യാൻ, പിന്നെ ഇമെയിൽ ഉണ്ട്. അപ്പോൾ അത് ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റിലാണെങ്കിൽ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വേറെയും കുറേ വാല്യൂസ് ഉണ്ട് ഈ ടെക്സ്റ്റ് പറഞ്ഞ ആട്രിബ്യൂട്ടിന്. പിന്നെ നമ്മൾ ഇപ്പോൾ HTML നമുക്കിപ്പോൾ എന്താണ് ഓരോ കാര്യങ്ങൾ, നമ്മുടെ കോഡിലുള്ള ഓരോ കാര്യങ്ങൾ വേറുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതേമാതിരി എന്തെങ്കിലും കോഡിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യും, അതായത് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്കത് കമൻസ് ആയിട്ട് ഇടാം. അപ്പോൾ HTML കമൻസ് ഇടുക, ഈ ആംഗിൾ ബ്രാക്കറ്റ്, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ 2 മൈനസ്. അപ്പോൾ കണ്ടോ, ഇത് ഫുള്ള് കമൻ്റായി ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ ഇത് മാത്രമേ കമൻറ്റ് വേണ്ടുള്ളൂ. അപ്പോൾ 2 മൈനസും പിന്നെ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണതും. അപ്പോൾ ഇത് കമൻ്റ് ആയിട്ടുണ്ട്, കണ്ടോ, പച്ച കളറിൽ കാണിക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഈ കോഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. പക്ഷേ ഇതിലൊരു എഫക്റ്റും ഇല്ല. അതായത് നമ്മളിത് സേവ് ചെയ്ത് ഇത് റൺ ചെയ്താലും ഇത് പഴയ മാതിരി തന്നെ ഇരിക്കും. ഇതിന് കോഡിൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഇത് നമുക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം കമൻസ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കൺക്ലൂഷൻ, നമ്മളിപ്പോൾ ഇന്ന് ഫോമാണ് നോക്കിയത് HTML. അതിലിപ്പോൾ നമ്മളിപ്പോൾ ലേബൽ ടാഗ് യൂസ് ചെയ്യുന്നത് ഈ ഇൻപുട്ട് ഫീൽഡിൻ്റെ മുന്നേ നമുക്ക് യൂസർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് യൂസർ നെയിം ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇൻപുട്ട് ടാഗിൽ നമുക്ക് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാം യൂസർക്ക്. ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് കൊടുത്താൽ പാസ്വേഡ് ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് ഡോട്ട്സ് ആയിട്ടായിരിക്കും കാണിക്കുക, അതിൻ്റെ റിയൽ ടെക്സ്റ്റ് പുറത്ത് കാണില്ല. പിന്നെ സെലക്ട്, ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മെയിൽ ഫീമെയിൽ ഈ 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക ഡ്രോപ്പ് ഡൗണിൽ നിന്ന്. അതിലിപ്പോൾ വാല്യൂസ് മെയിൽ ഫീമെയിൽ ഇത് രണ്ടുമാണ് അതിൻ്റെ വാല്യൂസ് ഫോമിൽ സബ്മിറ്റ് ആവുക. പിന്നെ സബ്മിറ്റ് ബട്ടണും. പിന്നെ HTML കമൻസ് ഇടുന്നത് ഇങ്ങനെയാണ്. കമൻസ് നമ്മുടെ കോഡ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. HTML നമുക്ക് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഒക്കെ സെൽഫ് എക്സ്പ്ലാനറ്ററി ആണ്. എന്നാലും
നമുക്ക് എങ്ങനെയാണ് കമൻറ്റ്സ് ഇടുക. അപ്പോൾ കുറച്ച് ടാഗ്സ് നമ്മളിന്ന് കണ്ടു. ഇനി കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് സംഭവങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.